ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് പോകാം. US മാർക്കറ്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 148 പോയിന്റ് നെഗറ്റീവാണ്. S&P 9 പോയിന്റും നസ്ഡാക്ക് 74 പോയിന്റും നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഫ്ലാറ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നു. ഏകദേശം 4 പോയിന്റ് 5 പോയിന്റിലൊക്കെയാണ് മാർക്കറ്റ് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടാണ്, ഏകദേശം 180 പോയിന്റ് അടുപ്പിച്ചിട്ടാണ് ക്ലോസിംഗ് വന്നത്. പക്ഷേ US മാർക്കറ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയും ഡൗൺ ആയിട്ടാണ്, ഫ്ലാറ്റ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് രാവിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 180 പോയിന്റ് പോസിറ്റീവ് ആയിരുന്നു. ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് വരെയും 9 മണി വരെയും ഗിഫ്റ്റ് നിഫ്റ്റി 180 പോയിന്റ് സ്ട്രോങ് ബുള്ളിഷ് ആയിരുന്നു. പക്ഷേ നിഫ്റ്റി ഓപ്പൺ ചെയ്തത് ഏകദേശം ഒരു 50 പോയിന്റ് അടുപ്പിച്ചാണ്. ഇപ്പം ഗിഫ്റ്റ് നിഫ്റ്റിയെ പോലും നിഫ്റ്റി റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. ഗിഫ്റ്റ് നിഫ്റ്റി അല്ല റെസ്പെക്റ്റ് ചെയ്യാത്തത്. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം US മാർക്കറ്റിൻ്റെ ട്രെൻഡ് പിടിച്ചാണ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഒരു ഫ്ലാറ്റ് ഓപ്പൺ 50 പോയിന്റിന് ഉള്ളിലൊരു ഓപ്പണിംഗ് ഒക്കെ വന്നത്. നമുക്ക് ക്രൂഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഡും ഏകദേശം പോസിറ്റീവാണ്. $2-3 പോസിറ്റീവായിട്ട് $97 മുകളിലാണ് ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് $109 അടുപ്പിച്ച് പോസിറ്റീവായിട്ടാണ് ബ്രന്റ് ക്രൂഡും ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് ഇന്ത്യൻ ഡേ ക്യാൻഡിൽ നോക്കാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മാർക്കറ്റ് വളരെ ഒരു പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്തത് കൊണ്ട് തന്നെ മാർക്കറ്റ് ഏകദേശം നല്ലൊരു ഗ്രീൻ ക്യാൻഡിലാണ്. അവസാനം മാത്രമാണ് ഒരു എം പാറ്റേൺ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇൻട്രാഡേയിൽ ഒരു എം പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് ചെറിയൊരു ഡൗൺ ട്രെൻഡ് വന്നെങ്കിൽ പിന്നെ അത് തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലെ തന്നെയാണ്. ഏകദേശം 23,825 ഇന്നലെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവല് 24,825 മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടാണ് കയറിയിട്ടുള്ളത്. അപ്പം വരും ദിവസങ്ങളിലൊക്കെ ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24,825 ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫിബ് ഏരിയയിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ അതുപോലെ തന്നെ 24,380 റെസിസ്റ്റൻസ് ആണ്. അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാലേ മാർക്കറ്റ് ബുള്ളിഷ് ആകത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വീണ്ടും ഒരു റിവേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട് താഴോട്ട്. എന്തായാലും ഒരു ലോങ് ടൈം വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നെക്സ്റ്റ് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് വ്യൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഉറപ്പായിട്ടും ഈ ഒരു ഫിബിലോട്ട് ഇറങ്ങി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. നാളെ നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറിയാണ്. വീക്കിലിയും മന്ത്ലിയും എക്സ്പയറിയാണ്. മാർക്കറ്റ് വോളറ്റൈലിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം കൃത്യമായിട്ട് നോക്കിയിട്ട് ട്രേഡ് ചെയ്യുക. ഡേറ്റ വന്നിട്ടില്ല, നമുക്ക് ഡേറ്റ ഇതുവരെയും വന്നിട്ടില്ല. 15 മിനിറ്റിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ ഈ ഒരു ലെവല് 24-22 താഴെ 5 മിനിറ്റിൻ്റെ ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് എൻട്രി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നെക്സ്റ്റ് 5 മിനിറ്റ് മുകളിലോട്ട് കയറി ബ്രേക്കൗട്ട് കിട്ടി. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലും 24.70 മുകളിൽ 15 മിനിറ്റ് ക്ലോസിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കോൾ ഓപ്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ ഇവിടെ വെച്ചൊരു SL ഹിറ്റായി. കാരണം ഈ ഒരു 15 മിനിറ്റ് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയപ്പോഴത്തേക്കും മുകളിലോട്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു CE എടുത്തു. അതിൻ്റെ SL ഹിറ്റായി. ഈ ഒരു ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ പുട്ട് ഓപ്ഷൻ എടുത്തു. അതിൻ്റെ SLം ഹിറ്റായി. പക്ഷേ ഇൻട്രാഡേ ലെവൽസിൽ കൃത്യമായിട്ട് നമുക്ക് CPR മാർക്കറ്റിൽ നമ്മൾ മാർക്കറ്റ് ടൈമിൽ ഗ്രൂപ്പിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. CPRും 24,000ഉം പിന്നെ ഓപ്പൺ ഇൻട്രസ്റ്റും അനുസരിച്ച് 3 ഫാക്ടറും അനുസരിച്ച് 24,000 CPRൽ സ്ട്രോങ് സപ്പോർട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻട്രാഡേയുടെ ലെവൽസ് കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 15 മിനിറ്റ്സിൽ വന്നിട്ട് 2 ഫേക്ക് ബ്രേക്കൗട്ടിൽ 2 SL ഹിറ്റായി. നമുക്ക് 15 മിനിറ്റിൻ്റെ നാളത്തെ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24,160 ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ 15 മിനിറ്റിൽ മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ 24,160 മുകളിലോട്ട് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടിയാൽ
ഈ ഒരു ലെവൽ വരയ്ക്കും 24,272 വരയ്ക്കും കയറി പോകാൻ സാധ്യതയുണ്ട്. 24,160 മുകളിലോട്ട് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടിയാൽ മുകളിലോട്ട് എൻട്രി നോക്കാം. പിന്നെ അടുത്ത ലെവൽ വരുന്നതെന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. 365 വരയ്ക്കും മാർക്കറ്റ് കയറി പോകും. 272 മുകളിലോട്ട് 15 മിനിറ്റിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 365 വരയ്ക്ക് മുകളിലോട്ട് കയറി പോകാൻ സാധ്യതയുണ്ട്. താഴോട്ട് വരുന്ന ലെവൽസ് ഇന്നലത്തെ ഈ ഒരു 2 ക്യാൻഡിൽ വന്ന ഒരു റെഡ് ക്യാൻഡിലും പിന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നതിൻ്റെ ബോഡി താഴോട്ട് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടിയാൽ പിന്നെ വരുന്ന അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവല് 890 വരയ്ക്കും, അതായത് 23,998 താഴോട്ട് 15 മിനിറ്റിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 890 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. താഴോട്ട് ഈ ഒരു ലെവലുള്ളൂ. രണ്ടാമതൊരു ലെവൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിലൂടെ 825 വരയ്ക്കും കൊടുക്കാം. താഴോട്ട് 890, താഴോട്ട് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 825 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇൻട്രാഡേ ലെവൽസിലോട്ട് പോകാം. ഇൻട്രാഡേ ലെവൽസിൽ ഇന്നലെ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ്. CPR-ൽ നമ്മൾ വലിയൊരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുമെന്ന് പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. ഈ ഒരു CPR-നുള്ളിൽ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. പിന്നെ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയത്. ഇന്നലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് ഉണ്ടായിരുന്നത് 24,100-ലും പിന്നെ ഏറ്റവും കൂടുതൽ പുട്ട് റേറ്റിംഗ് ഉണ്ടായിരുന്നത് 24,000-ലുമാണ്. ആ ഒരു റേഞ്ചിനുള്ളിലാണ് ഇന്നലെ മാർക്കറ്റ് മൊത്തം സസ്റ്റെയിൻ ചെയ്തത്. ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് ഇവിടെ വന്ന് കൃത്യമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ 23,978 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ടോ അല്ലെങ്കിൽ മുകളിലോട്ടോ എൻട്രി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അവിടുന്ന് ടച്ച് ചെയ്തിട്ടാണ് പിന്നെ തിരിച്ച് മുകളിൽ കയറിയിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് സോണിലോട്ട് വന്നത്. ഇന്ന് നാളത്തെ CPR നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24,033 തൊട്ട് 24,072 വരയ്ക്കാണ് CPR വരുന്നത്. ഏകദേശം 40 പോയിൻറ്റിൻ്റെ CPR ആണ്. മാർക്കറ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാളെ മന്ത്ലി എക്സ്പയറിയും വീക്കിലി എക്സ്പയറിയും കൂടെയാണ് നിഫ്റ്റിയുടെ. മാർക്കറ്റ് ട്രെൻഡിങ് ആവാൻ രണ്ട് സൈഡിലോട്ടും ചിലപ്പം ട്രെൻഡിങ് ആവാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് ലെവൽസ് നോക്കിയിട്ട് എൻട്രി എടുക്കുക. മുകളിലോട്ട് വരുന്ന ഫസ്റ്റ് റെസിസ്റ്റൻസ് 24,160 തൊട്ട് 24,177 ആണ്. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിനുള്ളിൽ ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ചെയ്യാം. 24,084, 24,034 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. എക്സ്പയറി ആണ്. പ്രീമിയം നല്ല DK ഉണ്ടാവും. വിക്സ് ഹൈ ആയതുകൊണ്ട് തന്നെ അഡ് മണിക്കൊക്കെ നല്ല പ്രീമിയം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് DK സംഭവിച്ചു കഴിഞ്ഞാൽ പ്രീമിയം എത്താനുള്ള സാധ്യത ഉണ്ട്. അപ്പം കൃത്യമായിട്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സ്പയറിയിലൊക്കെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ താഴത്തെ സ്ട്രോങ് സപ്പോർട്ട് വിത്ത് CPR ആണ് 24,34 തൊട്ട് 24,054 വരേക്കും വരുന്നത്. തൊട്ട് താഴെ ഒരു സപ്പോർട്ട് കൂടെ ഉണ്ട് 23,967 തൊട്ട് 23,986 വരേക്കും. ഏറ്റവും മുകളിൽ 2 സപ്പോർട്ട് കൂടെ ഉണ്ട്. 24 റെസിസ്റ്റൻസ് 24,248 തൊട്ട് 24,267 വരേക്കും. പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് 24,380 തൊട്ട് 59 തൊട്ട് 24,380 വരേക്കുമാണ് ഏറ്റവും മുകളിലത്തെ റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ കുറച്ചധികം ലെവൽസ് ഉണ്ട്. കൃത്യമായിട്ട് ലെവൽസ് നോക്കുക. മാർക്കറ്റ് ട്രെൻഡിങ് ആവാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഇത്തരം ലെവൽസ് കൂടുതൽ വരച്ചിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ CPR വരുന്നത് 56,198 തൊട്ട് 56,239 വരേക്കാണ്.
ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് 56,524 തൊട്ട് 56,474 വരെയാണ് ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത്. ഏറ്റവും താഴത്തെ സപ്പോർട്ട് വരുന്നത് 56,000-ലാണ്. 55,983 തൊട്ട് 56,003 വരെയൊക്കെയാണ് ഏറ്റവും താഴത്തെ സപ്പോർട്ട് വരുന്നത്. മുകളിൽ റെസിസ്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് റെസിസ്റ്റൻസ് 56,768 തൊട്ട് 56,818 വരേക്കും. പിന്നെ ഏറ്റവും മുകളിലത്തെ റെസിസ്റ്റൻസ് 59 തൊട്ട് 57,104 വരെയൊക്കെയാണ് ഏറ്റവും മുകളിലത്തെ റെസിസ്റ്റൻസ് വരുന്നത്. നമുക്ക് സെൻസെക്സ് നോക്കാം. സെൻസെക്സും ഇന്നലത്തെ ലെവൽസ് നിഫ്റ്റിയുടെ പോലെ തന്നെ ഈ ഒരു റേഞ്ചിനുള്ളിൽ CPRന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് ഫസ്റ്റ് റെസിസ്റ്റൻസ് വരേക്കും മാർക്കറ്റ് ഒരു രണ്ട് സൈഡിലോട്ടും ചിലർക്കൊക്കെ രണ്ട് സൈഡിലും SL എടുത്തിട്ടൊക്കെയാണ് മാർക്കറ്റ് പോയിട്ടുള്ളത്. CPR നോക്കുകയാണെന്നുണ്ടെങ്കിൽ 77,089 തൊട്ട് 77,229 വരെയൊക്കെയാണ് CPR വരുന്നത്. നേരത്തെ നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയയിലൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് CPRലോട്ട് വരാൻ സാധ്യതയുണ്ട്. 77,087 തൊട്ട് 77,161 വരെയൊക്കെയാണ് ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത്. രണ്ടാമത്തെ സപ്പോർട്ട് വരുന്നത് 76,904 തൊട്ട് 76,901 വരെയൊക്കെയാണ് രണ്ടാമത്തെ സപ്പോർട്ട് വരുന്നത്. മുകളിലോട്ട് വരുന്ന റെസിസ്റ്റൻസ് 77,825 തൊട്ട് 77,883 വരയ്ക്കും. പിന്നെ രണ്ടാമത്തത് വരുന്നത് 78,172 തൊട്ട് 78,230 വരയ്ക്കാണ് ഏറ്റവും മുകളിലത്തെ റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ ഗ്രൂപ്പിലുണ്ടാവും. അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.